കുപ്രസിദ്ധിയോ പ്രസിദ്ധിയോ എന്നറിയില്ല. എന്നാൽ BA ആളൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. കൊച്ചിയിലെ ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. തൃശൂർ സ്വദേശിയാണ് ബിജു ആൻ്റണി ആളൂർ എന്ന BA ആളൂർ. ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായതോടെയാണ് ആളൂർ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂർ. കൂടത്തായി ജോളി കേസിലും ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും സേവനം അനുഷ്ഠിച്ചിരുന്നു. താൻ കുപ്രസിദ്ധനാകുന്നതിൽ യാതൊരു വേവലാതിയും ഇല്ലാത്ത ആളായിരുന്നു അഡ്വക്കേറ്റ് ബിജു ആൻ്റണി ആളൂർ എന്ന BA ആളൂർ. കേരളം നടുങ്ങിയ ഒട്ടേറെ കേസുകളിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായിക്കൊണ്ടാണ് ആളൂർ തൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചത്. വൃക്കരോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 2023 മുതൽ വൃക്കരോഗത്തിന് ചികിത്സിക്കുന്നുണ്ട്. രാവിലെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയ്ക്ക് 1 മണിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ട്രെയിനിൽ യുവതിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് മുതലാണ് അഡ്വക്കേറ്റ് ആളൂരിനെ മലയാളി ശ്രദ്ധിച്ചു തുടങ്ങിയത്. 2011 ഫെബ്രുവരി 1 കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്ന 23-കാരിയായ യുവതി കൊച്ചി ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ വെച്ച് ബലാത്സംഗത്തിന് ഇരയാവുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തത്. സൗമ്യയുടെ കൊലയാളിയായ ഗോവിന്ദച്ചാമിക്കെതിരെ കേരളം മുഴുവൻ രോഷം കൊണ്ടപ്പോൾ പ്രതിക്കായി വാദിക്കുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയ ആളാണ് ആളൂർ. ഗോവിന്ദച്ചാമിക്കായി ഹാജരാകുന്നതിൽ വ്യാപകമായ എതിർപ്പ് ഉയർന്നെങ്കിലും ആളൂർ പിന്മാറിയില്ല. സുപ്രീം കോടതിയിലെത്തി വാദിച്ച് ഗോവിന്ദച്ചാമിയുടെ കൊലക്കുറ്റവും കൊലക്കയറും ഒഴിവാക്കിയ ആളൂരിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ 1-ാം പ്രതി പൾസർ സുനിയുടെ ആദ്യ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂർ ആയിരുന്നു. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല ചെയ്യപ്പെട്ട കേസിലെ പ്രതി അമറുൽ ഇസ്ലാമിനു വേണ്ടി ആളൂർ ഹാജരായപ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ പ്രതിഷേധമുയർന്നിരുന്നു. കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ പ്രതി ജോളി, ഡോക്ടർ വന്ദനദാസ് വധക്കേസിലെ പ്രതി സന്ദീപ്, ഇലന്തൂർ നരബലി കേസിലെ പ്രതികൾ, കുപ്രസിദ്ധ മോഷ്ടാവ് ദേവീന്ദർ സിംഗ് എന്ന ബണ്ടിച്ചോർ തുടങ്ങി കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കേരളം ചർച്ച ചെയ്ത ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളിലും പ്രതികൾക്കായി ഹാജരായത് അഡ്വക്കേറ്റ് ആളൂരാണ്. കക്ഷികൾ കുറ്റം ചെയ്തിട്ടുണ്ടോ, നിഷ്കളങ്കരാണോ എന്ന് നോക്കാറില്ലെന്നും പ്രതിഫലം ലഭിച്ചാൽ കേസ് ഏറ്റെടുക്കുമെന്നും ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരാകുന്ന സമയത്ത് ആളൂർ പറഞ്ഞിരുന്നു. ചെയ്യുന്നത് ജോലിയാണെന്നും തന്നെ കുറ്റം പറയാതെ കുറ്റകൃത്യം ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടതെന്നായിരുന്നു ആളൂരിൻ്റെ വാദം. തൃശ്ശൂരിലും പിന്നീട് പൂനെയിലുമായി പഠനവും ചെറുപ്പകാലവും പൂർത്തിയാക്കിയ ആളൂർ മഹാരാഷ്ട്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും കേസുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഏതു കുറ്റവാളിക്കും സമീപിക്കാവുന്ന ആളാണ് അഡ്വക്കേറ്റ് ആളൂർ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.